അവര് ഈ നിമിഷപ്രിയനെ കുറിച്ചിട്ട് എൻ്റെ അടുത്ത് എത്തിയിരുന്നു. ബോച്ചെ ഫാൻസ് വഴി തന്നെയാണ് അത് വന്നത്. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ 2 റിപ്പോർട്ടാണ് വരുന്നത്. ഒന്ന്, ഇവര് മനഃപൂർവ്വം കൊലപാതകം നടത്തിയെന്നും ഒരു വിഭാഗം നടത്തിയില്ല എന്നും അതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അതിനൊരു ബോധ്യം കിട്ടിയാൽ തീർച്ചയായിട്ടും അവരെ രക്ഷിക്കും. അത് ഒന്നില്ലെങ്കിൽ 1.5 കോടിയുള്ള ഞാൻ എടുത്തു കൊടുക്കും, അല്ലെങ്കിൽ പകുതി ഞാൻ എടുത്തിട്ട് പകുതി നല്ലവരായ മലയാളികൾ തരുന്നുണ്ടെങ്കിൽ അങ്ങനെ ആയാലും ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ അതിന് വ്യക്തമായ റിപ്പോർട്ട് കിട്ടാതെ ഒരു കൊലപാതകിയെ രക്ഷിക്കാന്നുള്ളൊരു ദൗത്യമായിട്ട് മാറാൻ പാടില്ല. അതിന് റോങ് മെസ്സേജും പോകാൻ പാടില്ല എന്നതുകൊണ്ട് അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ബോച്ചേട്ടി ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് സഹായങ്ങൾക്ക് വേണ്ടിയിട്ട് ദിവസേന ജനങ്ങൾ അപേക്ഷ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെയാണ് അതിന്റെ സഹായം ദിവസേന കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓൺലൈനും ഉണ്ട്, ഓഫ്ലൈനും ഉണ്ട്. ഇപ്പൊ ഓഫ്ലൈനിന്റെ ആദ്യത്തെ ഉദ്ഘാടനമാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഇല്ല, ആയിട്ടില്ല. 1 ലക്ഷം സൂപ്പർ മാർക്കറ്റുകളിൽ വരും. അതിപ്പോ ഒഫീഷ്യൽ ലോഞ്ച് ആയിട്ടൊക്കെ പ്ലാൻ ചെയ്തതാണ്. പക്ഷെ ഈ ഓൺലൈൻ പെട്ടെന്ന് ഈ അബ്ദുറഹീമിന്റെ ഫണ്ട് പോരാതെ വരുമെന്നുള്ളത് കൊണ്ട് പെട്ടെന്ന് ഓൺലൈൻ 15-ാം തീയതി വെച്ചൊരു ബോച്ചേട്ടി ലക്കി ഡ്രോ ചലഞ്ച് ആക്കി വെച്ചു. അതുകൊണ്ട് അത് ഓട്ടോമാറ്റിക് ഒരു ആയിട്ട് ഇനി പക്ഷെ മേജറായിട്ട് ഓൾ ഇന്ത്യ ബേസിൽ ഒരു ലോഞ്ച് വെക്കണമെന്നുണ്ട്, വരുന്നുണ്ട്. ഇവിടെ വിളിച്ചിട്ടില്ല. നമ്മള് പെട്ടെന്ന് തീരുമാനം എടുത്തിട്ട് ഇന്നലെ ഉള്ളൊരു പരിപാടി ആയതുകൊണ്ട് നമ്മള് ആക്റ്റീവായിട്ടുള്ള ആൾക്കാർ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. ഉണ്ട്. അങ്ങനെ ഒരു ആക്റ്റീവ് ആക്കിയിട്ട് ഇവിടെ ഞാൻ അധികം വന്നിട്ടില്ല. പത്തനംതിട്ട ആദ്യമായിട്ടാണ്. ഞങ്ങൾ ഉടൻ തന്നെ അതിനുള്ള പ്രവർത്തനങ്ങളുണ്ട്. സെക്രട്ടറി ആ സ്ഥാനങ്ങളിലേക്ക് നമ്മൾ ആളുകളെ ചൂസ് ചെയ്തിട്ടില്ല. ചൂസ് ചെയ്യുന്ന വെച്ചിട്ട് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. ഫാൻസിന്റെ ആളുകളുണ്ട്. നമ്മൾ കുറച്ച് ദൂരെ ആയത് കാരണം കൊണ്ട് നമുക്ക് ഇങ്ങനെ വിശ്വസ്തയോടുകൂടി ഏൽപ്പിക്കാൻ ഉള്ള ഒരു ബുദ്ധിമുട്ട്. ആലപ്പുഴ ചില ജില്ലകളിലാണ് നമ്മള് സ്റ്റേറ്റിന്റെ മൊത്തം കാര്യങ്ങള് ചില വിശ്വസ്തരായ ആൾക്കാരിലൂടെയാണ് ചെയ്യുന്നത്. കാരണം എല്ലായിടത്തും നമുക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ തന്നെ ഈ യാത്രയിൽ ആദ്യത്തെ ദിവസം ഫണ്ട് നേരിട്ടിട്ട് ആ പാത്രത്തിൽ പിരിക്കാൻ നോക്കി. കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ നിർത്തി. കാരണം എന്നേലും സ്പീഡിൽ ഡ്യൂപ്ലിക്കേറ്റ് ഫാൻസ് അവിടെ ബക്കറ്റ് പിരിവ് തുടങ്ങി കേട്ടു. അപ്പൊ അങ്ങനെയൊക്കെ ഇതില് നല്ലവരും എല്ലാ ജാതിയും ഉണ്ട്. അപ്പൊ നമ്മൾ ഓപ്പൺ ആയിട്ട് അങ്ങനെ ഇടാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് ആൾക്കാർ കൂടി ഈ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നു. പിന്നെ കോമൺ ആയിട്ടുള്ള ഫംഗ്ഷനും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ എല്ലാ ജില്ലയിലും സൗകര്യമുള്ളവർ വരുന്നുള്ള പോലെയാണ്. എല്ലായിടത്തും പ്രവർത്തനങ്ങളുണ്ട്. ഞാനിപ്പോൾ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ആണെങ്കിലും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി ചങ്ങനാശ്ശേരിയിലാണ് താമസിക്കുന്നത്. കോട്ടയത്തും ആലപ്പുഴയിലും ചങ്ങനാശ്ശേരിയിലും എല്ലാം ട്രാവൽ ചെയ്യാനുള്ള സൗകര്യത്തിന് ചങ്ങനാശ്ശേരിയിലാണ് ഉണ്ടാവുക. ഇവിടുന്നൊക്കെ നമുക്ക് ആപ്ലിക്കേഷൻസ് കിട്ടാറുണ്ട്, നമ്മൾ ചെയ്യാറുണ്ട്. അധികം പബ്ലിസിറ്റിയും കാര്യങ്ങളൊന്നും കൊടുക്കാറില്ല. ഡെയിലി വൈസിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നു. നമ്മള് മരുന്ന്, ഭക്ഷണം, ഓപ്പറേഷൻ, വീടുകൾ കുറെ വെച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാ മേഖലയിലും ദിവസേന പറ്റാവുന്നത് കൊടുക്കും. ഈ ഇത് വരും. 10,000-ഓളം ആപ്ലിക്കേഷൻസ് ഉണ്ട് ഇപ്പോഴും. മുഴുവൻ പരിഗണിക്കാൻ പറ്റാറില്ല. അത് ഇമ്പോസിബിൾ. ഞാൻ ഒരു 5,000 കോടി ഉണ്ടെങ്കിൽ നടക്കില്ല എന്ന് നോക്കിയപ്പോ മൊത്തം നോക്കുമ്പോ 7,000-ന് മുകളില് പെൻഡിങ് ഉണ്ട്. പറ്റാവുന്ന ദിവസം പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ പ്രോഫിറ്റ് കിട്ടുന്ന വെച്ചിട്ടുള്ള കാര്യങ്ങൾ.